ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മറ്റു കുറേ എക്സിൻ്റെ ഇപ്പം സൗണ്ട് എല്ലാം പോയി കിടക്കുന്നത് മെയിൻ റീസൺ പനി അടിച്ചിട്ട് മാറിയപ്പം എനിക്ക് അതിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ബട്ട് അതപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. എൻ്റെ കുറേ നാളത്തെ ഡ്രീം യൂട്യൂബേഴ്സ് എല്ലാവരും ചെയ്തിട്ടുള്ള വീഡിയോസാണ്. ബട്ട് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവരും നിങ്ങളുടെ മുമ്പിൽ വെച്ച് പൊളിക്കാം. ലാസ്റ്റ് ഇപ്പോൾ കാണിച്ചു എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് പർപ്പിൾ കളർ ജാണലാണ് ഗൈസ്. ഓ മൈ ഗാഡ്, ഇറ്റ്സ് മൈ ഡ്രീം. ഇറ്റ്സ് മൈ ഡ്രീം വൺ. അപ്പം ഈ ജാണലിനകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഇട്ട് ഗൈസ്, ഇതാണ് നമ്മുടെ ജാണലിൻ്റെ ഫസ്റ്റ് ലുക്ക്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ ഈ ഒരു കവർ ഇങ്ങനൊരു സാധനം തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് ചെയ്തു തരണം, ചുമ്മാ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ഡയറിയാണ് വരുന്നത്, ഒരു ബുക്ക് പോലത്തത്. ഇത് ഈ കവറൊന്ന് മാറ്റിയത് ഇതിൻ്റെ കവറാണിത്. ഇതാണ് ഇതിൻ്റെ ഒരു കവറും കാര്യങ്ങളൊക്കെ വന്നിട്ട്. ഇതാണ് നമ്മുടെ ആ ബുക്ക്. ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്ക് ക്യാമറ ഇട്ടിട്ട്. ഇതാണ് ആ ബുക്ക് വന്നിട്ട്. പിന്നെ എൻ്റെ കവർ. ഈ ബുക്ക് തുറക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളൊരു ഇതാണ്. ഞാൻ ചുമ്മാ ഒരെണ്ണം ചെയ്ത് നോക്കിയത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. ഇനി അടുത്തുള്ളതെന്ന് പറയുന്നത് പിന്നെ മെമ്മറി പാഡ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. ഗൈസ്, ഇതും പിന്നെ ഇതിനകത്ത് വരുന്നത് 2 വാഷിംഗ് ടേപ്സ് ആണ്. ഒരു ബ്ലൂവും ഒരു പർപ്പിളിഷ് ടൈപ്പ് ബ്ലൂവും പിന്നെ ഇത്രയും മെസ്സേജസ് എഴുതിയിട്ടുള്ളൊരു വാഷിംഗ് ടേപ്പ് കൂടാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി നമ്മൾ ജേണൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ തന്നെ ഒരു ജേണലിങ്ങും ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ 2 ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ 2 കവർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി തോനെ സ്റ്റാമ്പ്സ് ഉണ്ട്. ഇത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. പിന്നെ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ്. ജേണൽ ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സ് എന്തായാലും കാണാത്ത ജേണൽ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ഇതൊക്കെ ഫുൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിൻറ്റേജ് മേടിക്കാം. വിൻറ്റേജ് അത് നമ്മൾ മാർച്ചൊക്കെ ആകുമ്പോൾ മേടിക്കും. അടുത്ത വിൻറ്റേജ് തീർക്കണം ഗൈസ്. ഇതാണ് നമ്മുടെ പർപ്പിൾ ജേണലിലുള്ള സ്റ്റിക്കേഴ്സ്. ഒന്നാമത്തത് ഇത്, പിന്നെ ഇതുകൂടാണ്. ഇതല്ല അട്രാക്റ്റീവാണ്. ഇനിയുണ്ട് ഗൈസ്. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ വരുന്ന കൊറിയൻ ലാംഗ്വേജ് ആണെന്നാണ് തോന്നുന്നത്, കൊറിയൻ ലാംഗ്വേജ്. പിന്നെ ഇതേപോലത്തെ ഒരു പേസ്റ്റൽ കളർ തീമിൽ വരുന്നത്. അതേപോലെ തന്നെ വേറെ അതിന് ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ വരുന്നത്, അതും ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലാണ്. പിന്നെ ഇത്തിരി സ്റ്റിക്കേഴ്സ് ഉണ്ട്, വീണ്ടും ഒരു സ്റ്റിക്കേഴ്സ്. പിന്നെ ഇച്ചിരി തോന്നെ സ്റ്റാമ്പ്സാണ് കൂടുതലും. തിങ്സ് അട്രാക്റ്റീവ് മോർ ദാൻ ദിസ്. ഒരു 10 ഷീറ്റ് ഞാനുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, പറഞ്ഞല്ലോ. അതിനകത്ത് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ ഇതൊക്കെ ഐ തിങ്ക് ഇതെല്ലാം ജേണലിനകത്ത് ഒട്ടിക്കുന്നതാണ്. എനിക്കറിയത്തില്ല, ഞാൻ ചെയ്ത് തുടങ്ങാൻ പോകുന്നതാണുള്ളൂ. അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. ഇതേപോലെ 3 ഷീറ്റ്സ് വരുന്നുണ്ട്.
പിന്നെ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് ആണെന്ന് ഐ തിങ്ക് എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു യൂട്യൂബിലും ഇൻസ്പയർഡ് ചെയ്തിട്ട് ചെയ്യുന്നത് അല്ല. ഈ ജേണൽ ഞാൻ ക്ലൗഡ് ക്യാച്ചേഴ്സ് അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. യൂട്യൂബ് ചാനലിൻ്റെ പേര് നേരിച്ചോന്ന് അറിയത്തില്ല, അറിയാവുന്ന രീതി ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇതൊരു പേപ്പേഴ്സ് വരുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ. പിന്നെ ഇങ്ങനൊരെണ്ണം വരുന്നുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ. പിന്നെ ഇത് വരുന്നുണ്ട്, പിന്നെ ഇത് കൊള്ളാം ഇത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ്. ഇതും ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കീറിയിട്ട് ഒട്ടിക്കുന്നതല്ലായിരിക്കും. എന്ത് കട്ടിയുള്ള പേപ്പർ, എനിക്ക് ഒട്ടിക്കാൻ തോന്നുന്ന പോലുമില്ല. പിന്നെ വേറെ ഒരെണ്ണം വരുന്നുണ്ട്, നല്ല പാറ്റേൺസ് നല്ലതാണ് ഇതിൻ്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫെമിലോയുടെ ആയിട്ടുള്ള എല്ലാവരുടെയും കയ്യിലുള്ള പാറ്റേൺ ആണിത്. പിന്നെ ഞാൻ യൂസ്ഡ് ആക്കിയിട്ടുള്ള ഒരെണ്ണമുണ്ട്. പിന്നെ ഒരു പർപ്പിളും പിങ്കും എങ്ങാണ്ടാണ്. ബട്ട് എൻ്റെ ഈ പ്രൈസ് എത്രയാണെന്ന് ചോദിക്കായിരിക്കും എല്ലാവരും. നമ്മൾ കൊടുത്ത പ്രൈസിന് വർത്താണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു പർപ്പിൾ വരുന്നുണ്ട്, പിന്നെ ഇതൊരു പർപ്പിൾ വരുന്നുണ്ട്. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വർത്താണ് ആയിരിക്കാം, ഐ ഡോണ്ട് നോ. കാരണം അല്ലെന്ന് പറയാനും പറ്റില്ല, ആണെന്ന് പറയാനും പറ്റത്തില്ല. ഒരവസ്ഥയ്ക്ക് നിൽക്കുകയാണ്. കാരണം വർത്താണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സൈസൊന്നും അല്ലായിരുന്നു ഇത്. ഞാൻ വിളിച്ചതിനെക്കാട്ടിയും ഇത്തിരിയുടെ ബിഗ് സൈസ് ആയിരിക്കുമെന്ന്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ജേണൽ ചെയ്ത് കാണിക്കാം. നമുക്കിതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഗൈസ്. ഇതെല്ലാം പാർക്ക് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ കാണിക്കാൻ എന്നാൽ സ്റ്റാമ്പ്സ്. എനിക്കിത് പൊട്ടിക്കാം. ഇതേപോലൊരു പിക്ക് വരുന്നുണ്ട്, പിന്നെ ഇതേപോലെ ഒരെണ്ണം വരുന്നുണ്ട്, പിന്നിത് 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 ഹലോ. പിന്നെ ഇതേപോലത്തെ ഒരെണ്ണം വരുന്നുണ്ട്, ഇത് ഇങ്ങനെ ഒരെണ്ണം, പിന്നെ ഇങ്ങനെ ഒരെണ്ണം, ഇങ്ങനെ ഒരെണ്ണം, ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇതേപോലത്തെ 3 ഉണ്ടായിരുന്നു. വേറെ ഒരെണ്ണം ഞാൻ മറ്റേ ജനലിനകത്ത് ഒട്ടിച്ച്. ഇഷ്ടംപോലെ ഉണ്ട് കേസ് ഇത്. പക്ഷെ അത് ഞാൻ പറഞ്ഞ വർത്ത് അല്ലെന്നും പറയാൻ പറ്റില്ല, ആണെന്നും പറയാൻ പറ്റില്ല. ഐ തിങ്ക് ഇറ്റ്സ് വർത്ത്. കാരണം എന്നിട്ട് ഞാൻ ജേണലിക്ക് എൻ്റെ ഒരു കൗതുകം ഉണ്ടെത്തിയ സാധനമാണ് ജേണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വൃത്തിയായിട്ട മൂഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചെയ്യാനുള്ള നല്ലൊരു സാധനമാണ് ജേണലിങ്. കേസ് ആദ്യമേ എനിക്ക് ഫ്ലോപ്പായിട്ട് തോന്നിയ സാധനമാണ് ഈ സ്റ്റാമ്പ് കേസ്. അത്രയ്ക്കും ഞാൻ ആദ്യമേ എടുത്തപ്പോൾ വലിയുന്നില്ല, ഞാൻ അവസാനം കടിച്ച് എന്നിട്ടൊരു സൈഡങ്ങ് പൊട്ടി ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ഊരി കേസ്. എനിക്ക് ഊരായിട്ട് എനിക്ക് അറിയത്തില്ല കേസ്, അതാണ് പ്രശ്നം. ഇത് ഇഷ്ടംപോലുണ്ട്. അത് കാണിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ലെങ്ത് തീരും. അപ്പോൾ ഇതെൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതൊന്നും ഇടത്തില്ല. അതിനകത്താണ് ഞാൻ ഈ ഇൻസ്പയർഡായിട്ട് പിൻട്രസ്റ്റിൽ കയറിയത്. പിൻട്രസ്റ്റിൽ കയറിയാൽ അറിയാമല്ലോ എല്ലാവർക്കും, ക്യൂട്ടെന്ന് വെച്ചാൽ ക്യൂട്ട് കണ്ട് മടുത്തിട്ട് അത് പറ്റാഞ്ഞിട്ട് ഞാൻ മേടിച്ചേക്കാം. എന്തായാലും ചാനലൊക്കെ ട്രെൻഡിങ് ആവുന്നതല്ലേ, നമുക്കും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്തതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. അത് നമുക്ക് ജേണലൊക്കെ ചെയ്തിട്ട് എഴുതാൻ തുടങ്ങിയാലോ. അപ്പോൾ അഫ്കോഴ്സ് നമ്മുടെ ഡയറി എടുത്തിരിച്ചിട്ടുണ്ട്. എന്നെയല്ലല്ലോ കാണേണ്ടത്, ജേണലിൻ്റെ ഡയറി ഇതിലേക്കാണ്. ഗൈസ്, അപ്പം നമുക്ക് ഡയറി തുറക്കാം. അതെങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. നെക്സ്റ്റ് പേജ് ഗൈസ്, ഇത്
ഇതിൻ്റെ ഒരു പേപ്പേഴ്സിൻ്റെ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇതാണ് ഒരു 1 ലൈൻ ഇതേപോലെ ലൈൻസ് വരുന്ന പേപ്പേഴ്സാണ് ജേണലിന് കൂടുതലും ഞാൻ കണ്ടുവരുന്നത്. എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് അറിയത്തില്ല, ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ മൂക്കൊലിപ്പാണ് പ്രശ്നം. ഞാൻ പേർപ്പിൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിങ്ങനെ കീറിക്കളഞ്ഞ് വേസ്റ്റ് ചെയ്യാതെ നമ്മളൊരു 3 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷേപ്സ് കണ്ടിട്ടാണ് ഞാൻ മോർ അട്രാക്റ്റീവ്. ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇതേപോലെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മെയിൻ വേണ്ടത് ഗ്ലൂ സ്റ്റിക്കാണ്. ഗ്ലൂ ഒട്ടിക്കുന്ന ഗ്ലൂ ഞാൻ യൂസ് ചെയ്തില്ല. ഇതൊരു 40 റുപ്പീസിൻ്റെ ഗ്ലൂ സ്റ്റിക്കാണ്. ഞാൻ 10 രൂപയുടെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് മേടിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ മക്കൾ പറഞ്ഞു നോക്കിയപ്പോൾ CR 8 എന്ന് എഴുതിയിട്ടുള്ള ഏതോ ഒരു വെറൈറ്റിൻ്റെ ഗ്ലൂ. ഇത് ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ ആണ്. ഇതിട്ട് തീർന്നിട്ടില്ല. അതിൻ്റെ നല്ല സാധനം. നമുക്കപ്പോൾ ഈ ഗ്ലൂ ഇങ്ങനെ തേക്കാം, ഇങ്ങനെ ഒട്ടിക്കാം. അടുത്തത് ഇവിടെ ഒട്ടിക്കുമ്പോൾ കാണാം. യെസ്, അടുത്തത് നമ്മൾ വിചാരിക്കുന്നു ഇവിടെ ഒട്ടിക്കാമെന്ന്. ഗൈസ്, ഇനി ഇതേപോലത്തെ ഒരു സാധനത്തിനകത്ത് നിന്ന് ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇത് നമ്മൾക്ക് ഇങ്ങോട്ടൊട്ടിക്കാം. ഇനി നമുക്ക് വാഷിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്കിനി നിങ്ങളെ കാണിക്കാതെ മൊത്തം ഒന്ന് എടുത്തിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ ഇരുന്ന് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കണ്ടോ. ഞാനിതൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് കുറേ മണിക്കൂർ അല്ലെങ്കിൽ കുറേ നേരം എടുക്കും. ഇത് ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള വാഷിംഗ് ടേപ്പിനകത്ത് നേരത്തുള്ളി ഒരു റൈറ്റിങ്സ് വന്നിട്ടുള്ളത് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചാനൽ ഇത്രയുമായി മൊത്തം പർപ്പിൾ സെറ്റാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിക്കുന്നത് കാണാം. നമ്മൾ ഇനി ഇതാണ് എടുക്കുന്നത്. എനിക്കൊരു സൈഡ് കിട്ടിയപ്പം ഞാനിതിങ്ങനെ എടുത്തു. ഞാൻ എവിടെ ഒട്ടിക്കണമെന്ന് തിരിച്ച് ഇനി നമ്മൾ അടുത്തൊട്ടിക്കുമ്പോഴത്തേക്ക് കാണാം. നമ്മളിപ്പോൾ ഒട്ടിച്ചത് ഇതിനകത്ത് നിറം എടുത്തിട്ടാണ്. ഗൈസ്, ഇനി ഇതിനകത്തുനിന്ന് ഞാൻ എടുക്കുന്നത് ഈ ഒരു ഷെയ്ഡാട്ടോ. ഗൈസ്, നിങ്ങളെ ഒട്ടിക്കുന്ന കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. എന്താ ഒട്ടിക്കാത്തുന്നത് മീൻസ് ബുക്കിൽ ഒട്ടിച്ച് കാണിക്കാത്തത്. അത് നിങ്ങൾക്ക് സസ്പെൻസ് ആക്കി ഞാൻ. പിന്നെ ഒരു ബ്ലൂ ഒരു ഡാർക്കിഷ് പർപ്പിൾ ഷെയ്ഡ് കിട്ടുന്ന പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഇത്തിരി വാഷിംഗ് ടേപ്പ് നമ്മൾ എടുത്തിട്ട് നിങ്ങൾ ഗസ് ചെയ്യുക ഞാൻ ഏത് സൈഡിൽ ഏതൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിനകത്ത് നേരിൽ പറഞ്ഞായിരിക്കും ഒട്ടിക്കുന്നത്. ഇനി ഇതിനകത്തെങ്കിലും ഒരെണ്ണം എടുത്ത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കീറി ഒട്ടിക്കുക. ഗസ് സെറ്റ്. ഗൈസ്, ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് ഇതിലൊരെണ്ണമായിരിക്കും സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, പിന്നെ ഇതിനകത്തുനിന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് കൊറിയൻ എഴുതിയിട്ടുള്ളത് ഒറ്റൊരെണ്ണം ഞാൻ ഒട്ടിക്കും. എനിക്കിത് വായിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഏരിയയിലൊക്കെ ഒരെണ്ണം I selected this one and am ഒട്ടിക്കൽ to here. കാരണം കൊറിയയുടെ മുമ്പിൽ കൊറിയ എഴുതി വെച്ച് മനസ്സിലാകും. ഗൈസ്, അപ്പം ഇനി എന്തെങ്കിലും റൈറ്റിങ്സ് ആവണം. ഇത്ര നേരം ഏകദേശം സെറ്റ് ചെയ്യാനുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ്. പിന്നെ നമ്മൾ ജേണലിന് കവറും കൂടി ഇടുന്നതായിരിക്കും ഇപ്പം തന്നെ. ഇനി എൻ്റെ പേന തപ്പണം, അല്ല ഇത് സ്കെച്ച് മാർക്ക് കൊണ്ടല്ലോ എഴുതാം. സോറി, സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പം ഗൈസ്, ഇതായിരുന്നു ഞാൻ ചെയ്തത്. ഇത് നിങ്ങൾക്ക് തലയിലേക്ക് കാണുന്നത് ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചത് ഞാൻ ചെയ്തു. ഗൈസ്, ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടത്? ഇതാണ് എനിക്ക് തോന്നുന്നത്, ഇതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. നമ്മൾ കുറേ ആഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ തിങ്ക് ദിസ് ഗുഡ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് മുമ്പ്, ഇത് ഞാനൊരു മെയിൻ യൂട്യൂബ് ചാനലും പിന്നെ ഈ നോർമൽ യൂട്യൂബ് ചാനലും ജേണലിൽ നിന്ന് തുടങ്ങിയിട്ടാണ്. ഇനി നമുക്ക് ഇതടച്ചിട്ട് നെക്സ്റ്റ് പരിപാടിക്ക് വെച്ചാൽ ടേപ്പ് എടുക്കാം. നമുക്ക് ടേപ്പല്ലാതെ ഇത് ഒട്ടിക്കാതെ തന്നെ വെക്കാനിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ജേണലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ. ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റ. ഇനി ഞാൻ നൈറ്റിൽ വീഡിയോ ഇടുമായിരിക്കും വീണ്ടും. പിന്നെ നാളെ ഇനി ഡെയിലി വീഡിയോസ് ആയിരിക്കും. ഇപ്പോൾ ഒരു 10 days ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാൻ പോകും.